ഒന്നുമില്ല. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പ്രദേശത്ത് വണ്ടി കൈകാണിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൊള്ളസംഘം പോലെ ഒരു സംഘം ഉണ്ടായിരുന്നു ആ പ്രദേശത്ത്. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് വെറുതെ കൃത്യമായിട്ട് കാണിക്കുകയും അവസാനം വണ്ടി നിർത്തുമ്പോൾ അവരുടെ മാല പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ അവർ പേഴ്സ് കക്കുക അങ്ങനെയൊക്കെയുള്ള സമയമാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം വാഹനങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ആ ഭാഗത്തെത്തുമ്പോൾ നിർത്താതെ പോവുകയാണ്. അവസാനം ഒരു ടെമ്പോ ട്രാവലറാണ് നിർത്തിയിട്ട് അതിലാണ് KTM KBM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോഗ്രാഫർമാർ വന്നു. ഫോട്ടോഗ്രാഫർമാരുണ്ടോ? ഉടനെ അവർ പറഞ്ഞു മന്ത്രി മരിച്ചു എന്നാണ് തോന്നുന്നതെന്ന് കേട്ടോടുകൂടി ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഓടി വന്നു. അവർ വന്നിട്ട് മന്ത്രിയുടെ ബോഡി എവിടെ കിടക്കുന്നതെന്ന് വെച്ച് അന്വേഷിക്കുകയാണ്. കാരണം അവരുടെ ഡ്യൂട്ടി അതാണ്. ഫോട്ടോ എടുത്ത് ആദ്യം മന്ത്രിയുടെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ ആരുടെ പത്രത്തിൽ ആദ്യം വന്നതെന്നാണല്ലോ. അപ്പോൾ കുറേ ഇങ്ങനെ പരിധി നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാതെ കിടക്കുക. അപ്പോൾ എൻ്റെ അടുത്തൂടെ ഒരാൾ എവിടെ മന്ത്രിയുടെ ബോഡി കിടക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തോണ്ടിയിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളാകെ ഞെട്ടിപ്പോയി ആദ്യം. കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച ആൾ തോണ്ടിയിട്ടെന്ന് പറയാം. ഞങ്ങളുടെ അവിടെ ഒരു നാരായണൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡിവൈൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയി പറക്കാട് കൊണ്ടുപോയിട്ട് ഇറങ്ങിയിട്ട് ആൾ തിരിച്ചു പോരുക. അപ്പോൾ അവിടെ ഒരു നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളാണ്. പുള്ളി എന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയ സമയത്ത് ഈ നാരായണൻ ഈ വണ്ടിയിൽ കയറിയിരുന്ന് അങ്ങനെ വണ്ടി പോരുകയാണ്. അപ്പോൾ ചേലക്കര വരെയാണ് നാരായണൻ കൃത്യമായിട്ട് അവിടെ വരെ വരുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തേക്ക് വരില്ല. ചേലക്കര കഴിഞ്ഞിട്ട് ഈ ആംബുലൻസ് നിർത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നാരായണൻ പതുക്കെ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി പോയി ഒരു തോണ്ടലാണ്. ഈ ഡ്രൈവർ എന്നോട് പറഞ്ഞു ഞാൻ ആ വണ്ടി ഇട്ടിട്ട് ഓടണമെന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ അയാൾ കണ്ടില്ല. ഈ നാരായണൻ കയറി വണ്ടിയിലിരിക്കുന്ന കാര്യം ഡ്രൈവർ അറിഞ്ഞില്ല. അങ്ങനെ തോണ്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഡെഡ് ബോഡി കൊണ്ടുപോയ വണ്ടിയാണല്ലോ. അന്ന് പുറകിൽ നിന്ന് തോണ്ടുകയാണ്. തോണ്ടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ നാരായണൻ ഒറ്റ ചിരിയാണ്. കാരണം നാരായണൻ ചേലക്കരയ്ക്ക് അപ്പുറത്ത് പോരാൻ അറിയില്ല വഴി. അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകും. സാധാരണ ബസ്സിലാണ് വരിക. അങ്ങനെ ഒരു വരുന്ന സമയത്താണ് ഈ നമ്മുടെ ആംബുലൻസ് അവിടെ എത്തിയത്. അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങൾ പോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫറും ഞെട്ടിപ്പോയി. ഡെഡ് ബോഡിയാണല്ലോ വിളിച്ച് ഞാനാണ് മരിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയാത്തൊരു പ്രയാസം നല്ലപോലെ നേരിടുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഈ ആക്സിഡൻ്റ് പ്രവർത്തനമൊക്കെ തന്നെ വ്യാപിച്ചതോടുകൂടി ആ ഒരു പേടി ഭയം എല്ലാം മാറി. ആക്സിഡൻറ്റ് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി.